കാനഡയിൽ സ്ഥിരതാമസക്കാരനാകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദേശ പൗരനാണെങ്കിൽ നിങ്ങളുടെ CRS സ്കോർ കുറവാണെങ്കിൽ പോലും അപേക്ഷിക്കാൻ വ്യത്യസ്ത മാർഗങ്ങളുണ്ട്. എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിൽ ഉദ്യോഗാർത്ഥികളെ റാങ്ക് ചെയ്യാൻ CRS സ്കോർ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ സ്കോർ കുറവാണെങ്കിൽ സ്ഥിരതാമസത്തിനുള്ള ഇൻവിറ്റേഷൻ ടു അപ്ലൈ എന്ന പ്രോസസ്സിന് നിങ്ങളെ തിരഞ്ഞെടുത്തേക്കില്ല. എങ്കിലും സ്ഥിരതാമസത്തിന് അപേക്ഷിക്കുന്നതിന് ഇപ്പോഴും മറ്റ് ഓപ്ഷനുകളുണ്ട്. നിങ്ങളുടെ CRS സ്കോർ കുറവാണെങ്കിൽ കാനഡയിൽ സ്ഥിരതാമസക്കാരനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അപേക്ഷിക്കാനുള്ള മറ്റ് മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാംസ്, ദി അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം, ഫാമിലി സ്പോൺസർഷിപ്പ്, ഇമിഗ്രേഷൻ പൈലറ്റ്സ് തുടങ്ങിയവയാണ് അവ. നിങ്ങളുടെ CRS സ്കോർ കുറവാണെങ്കിൽ കുടുംബ സ്പോൺസർ ഇല്ലെങ്കിൽ കനേഡിയൻ പെർമനൻറ്റ് റെസിഡൻസി ലഭിക്കുന്നതിന് ഒരു പ്രൊവിൻഷ്യൻസി നോമിനി പ്രോഗ്രാം നിങ്ങളുടെ ഏറ്റവും മികച്ച ഓപ്ഷൻ ആയിരിക്കും. യോഗ്യത നേടുന്നതിന് നിങ്ങൾ പ്രവിശ്യയിലോ പ്രദേശത്തോ താമസിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കണം. അവരുടെ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുകയും വേണം. ന്യൂനാവട്ടും ക്യൂബെക്കും ഒഴികെയുള്ള എല്ലാ പ്രവിശ്യകൾക്കും പ്രദേശങ്ങൾക്കും അവരുടേതായ PNBകളുണ്ട്. രണ്ട് തരത്തിലുള്ള PNBകളാണുള്ളത്. ഒന്ന് ബേസ് PNBകളാണ്. നിങ്ങൾ നേരിട്ട് ഒരു പ്രവിശ്യയിലേക്ക് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചാൽ ഫെഡറൽ ഇമിഗ്രേഷൻ സിസ്റ്റം വഴി സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ നിങ്ങളെ അനുവദിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് പ്രവിശ്യ നിങ്ങൾക്ക് നൽകും. ഈ പ്രക്രിയയ്ക്ക് ഏകദേശം 12 മാസം എടുക്കും. രണ്ടാമത്തേത് എൻഹാൻസ്മെൻറ്റ് PNBകളാണ്. ഇത് കാനഡയുടെ എക്സ്പ്രസ് എൻട്രി സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതാണ്. അതായത് കുറഞ്ഞത് ഒരു ഫെഡറൽ ഇക്കണോമിക് ഇമിഗ്രേഷൻ പ്രോഗ്രാമിനെങ്കിലും നിങ്ങൾ യോഗ്യത നേടേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രൊവിൻഷ്യൽ നോമിനേഷൻ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 600-ലധികം CRS പോയിന്റുകൾ ലഭിക്കും. ഇത് സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കാനുള്ള നിങ്ങളുടെ സാധ്യതയെ വളരെയധികം സഹായിക്കും. ഈ പ്രോസസ്സിന് ഏകദേശം കുറഞ്ഞത് 6 മാസ കാലയളവെങ്കിലും ഉണ്ടാകും. മറ്റൊന്ന് ദി അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാമാണ്. അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം വഴി സ്ഥിരതാമസത്തിന് അപേക്ഷിക്കുന്നതിന് കാനഡയിലെ അറ്റ്ലാന്റിക് പ്രവിശ്യകളിലൊന്നിലെ ഒരു തൊഴിലുടമയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ജോലി ഓഫർ ലഭിക്കണം. ന്യൂ ബ്രൻസ്വിക്ക്, ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ, നോവ സ്കോട്ടിയ, പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് എന്നിവയാണ് കാനഡയിലെ അറ്റ്ലാന്റിക് പ്രവിശ്യകൾ. അതാത് പ്രവിശ്യയിലെ അംഗീകൃത ബിസിനസ് ഉടമകൾക്ക് മാത്രമേ ജോലി ഓഫർ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. കുടിയേറ്റക്കാർക്ക് ജോലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓരോ പ്രവിശ്യക്കും വ്യത്യസ്ത നിയമങ്ങളായിരിക്കും. അങ്ങനെ എല്ലാ നിയമങ്ങളും പാലിച്ച് നിങ്ങൾക്ക് ജോലി ലഭിച്ചാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് എൻഡോഴ്സ്മെന്റ് ലഭിക്കും. സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കുന്നതിന് ഈ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം വഴി നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങളുടെ PR അപേക്ഷ പ്രോസസ് ചെയ്യുന്ന കാലയളവിൽ 2 വർഷത്തെ വർക്ക് പെർമിറ്റും നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊന്ന് സ്പൗസൽ സ്പോൺസർഷിപ്പാണ്. നിങ്ങളുടെ പങ്കാളി ഒരു കനേഡിയൻ പൗരനോ സ്ഥിരതാമസക്കാരനോ ആണെങ്കിൽ അവർക്ക് നിങ്ങളെ കനേഡിയൻ സ്ഥിരതാമസത്തിനായി സ്പോൺസർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് യോഗ്യതയുള്ള ഒരു സ്പോൺസറുമായി അടുത്ത ബന്ധമുണ്ടെങ്കിൽ കുടുംബ സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിന് കീഴിൽ സ്ഥിരതാമസത്തിനായി നിങ്ങൾക്ക് IRCCയിൽ നേരിട്ട് അപേക്ഷിക്കാം. നിയമപ്രകാരമല്ലാതെ കുടിയേറ്റ ആവശ്യങ്ങൾക്കായാണ് വിവാഹം കഴിച്ചതെന്ന് പിന്നീട് മനസ്സിലായാൽ നിങ്ങളുടെ അപേക്ഷ നിരസിക്കാനോ PR നേടുകയാണെങ്കിൽ അത് റദ്ദാക്കപ്പെടാനോ സാധ്യതയുണ്ട്. മറ്റൊന്ന് ഫാമിലി സ്പോൺസർഷിപ്പ് ആണ്. നിങ്ങൾ ഒരു കനേഡിയൻ പൗരൻ്റെയോ സ്ഥിരതാമസക്കാരൻ്റെയോ കുട്ടിയാണെങ്കിൽ അവർക്ക് നിങ്ങളെ സ്ഥിരതാമസത്തിനായി സ്പോൺസർ ചെയ്യാൻ കഴിയും. യോഗ്യത നേടുന്നതിന് നിങ്ങൾ 22 വയസ്സിന് താഴെയും അവിവാഹിതരുമായിരിക്കണം. ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ 22 വയസ്സിന് മുകളിലാണെങ്കിൽ മാനസികമോ ശാരീരികമോ ആയ അവസ്ഥ കാരണം നിങ്ങളുടെ മാതാപിതാക്കളെ സാമ്പത്തികമായി ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യോഗ്യത നേടാൻ സാധിക്കും. കൊച്ചുമക്കളെ പോലും ഈ പ്രോഗ്രാമിന് കീഴിൽ സ്പോൺസർ ചെയ്യാൻ കഴിയും. മറ്റൊന്ന് ഇമിഗ്രേഷൻ പൈലറ്റ്സ് പ്രോഗ്രാമാണ്. വിദേശ പൗരന്മാരുടെ പ്രത്യേക ഗ്രൂപ്പുകളെ കാനഡയിലേക്ക് താമസം മാറ്റാനും സ്ഥിരതാമസക്കാരനാകാനും സഹായിക്കുന്നതിനായി കനേഡിയൻ സർക്കാർ സൃഷ്ടിച്ച പ്രത്യേക പ്രോഗ്രാമുകളാണ് ഇമിഗ്രേഷൻ പൈലറ്റുകൾ. കാർഷിക മേഖലയിലെ തൊഴിലാളികൾ അല്ലെങ്കിൽ പരിചരണക്കാർ എന്നിവർക്കാണ് ഈ പ്രോഗ്രാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പൈലറ്റുമാർ സാധാരണയായി താൽക്കാലിക ജോലിക്കാരാണ്. ആരംഭ അവസാന തീയതികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു പൈലറ്റ് പ്രോഗ്രാം വിജയകരമാണെങ്കിൽ അത് ഒരു സ്ഥിരം ഇമിഗ്രേഷൻ ഓപ്ഷനായി മാറിയേക്കാം. എന്നിരുന്നാലും ഈ പ്രോഗ്രാമുകൾ സമയപരിമിതമായതിനാൽ പ്രോഗ്രാം അവസാനിക്കുന്നതിന് മുമ്പ് അപേക്ഷിക്കേണ്ടത് പ്രധാനമാണ്.